ഈ സീസൺ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് വളരെ മധുരമേറിയതായിരുന്നു. കാരണം ഒരുപാട് ആനന്ദ കണ്ണീരുകൾ കണ്ട ഒരു സീസൺ ആയിരുന്നു. പുതിയ ഒരുപാട് ചാമ്പ്യന്മാരുണ്ടായ ഒരു സീസൺ 2024-25. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. അങ്ങനെ ഈ ഒരു സീസൺ, അതായത് 2024-25 സീസൺ ഇപ്പോൾ ഏകദേശം ഇങ്ങനെ എൻഡ് അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ സീസണുകളുടെയും ഒരു അവസാനം പോലെ ആയിരുന്നില്ല ഈ വർഷത്തെ ഒരു സീസൺ. കാരണം ഒരുപാട് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം നൽകുന്ന കുറെ നിമിഷങ്ങളിലൂടെയാണ് ഈ ഒരു സീസൺ കടന്നു പോയതെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം മറ്റൊന്നുമല്ല, ഫ്രഷ് ആയിട്ട് കുറെ ചാമ്പ്യൻസ് ഉണ്ടാകുന്നു. അതായത് നമ്മൾ സ്ഥിരം കണ്ട് പഴകിയ പോലെ നമുക്ക് അവരടിക്കും അത് എന്നുള്ള ഒരു സംഭവം അല്ലായിരുന്നു ഇപ്രാവശ്യം. കാരണം നമ്മളുടെ എല്ലാവരും ഗസ് ചെയ്തതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പുതിയ കുറെ ചാമ്പ്യൻസ്, അതായത് ആഫ്റ്റർ ലോങ് ടൈം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചാമ്പ്യൻസ് ആയ ഒരുപാട് ടീമുകൾ, അതേപോലെ കാത്തിരുന്ന് ആദ്യമായി കിരീടം ചൂടിയ ടീമുകളൊക്കെ ഉണ്ടായ ഒരു സീസൺ ആയിരുന്നു ഇത്. അപ്പോൾ നമുക്ക് ആ ഒരു ലിസ്റ്റിലേക്കൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ടോട്ടൻഹാമിന്റെ കാര്യം, ടോട്ടൻഹാം വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം, അതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 17 വർഷങ്ങൾക്ക് ശേഷം ടോട്ടൻഹാം ചാമ്പ്യൻസ് ആയിരിക്കുന്നു. അതൊരു ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു നിമിഷമായിരുന്നു. അപ്പോൾ അതില് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇത് ചെയ്തിരുന്നു ഓൾറെഡി. കാരണം യുണൈറ്റഡിന് ചാമ്പ്യൻസ് ലീഗിലേക്ക് പോകാൻ പറ്റുന്ന വലിയൊരു ചാൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചായി, നമ്മുടെ ഗസ്റ്റിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ടോട്ടൻഹാം, പക്ഷെ നമ്മൾ അതിൽ ടോട്ടൻഹാമിന് തന്നെയാണ് മുൻതൂക്കം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാലും നമ്മൾ യുണൈറ്റഡ് ജയിക്കും, അവർ ചാമ്പ്യൻസ് ലീഗിലേക്ക് വരും എന്നൊക്കെയായിരുന്നു നമ്മളുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ടോട്ടൻഹാം വിജയിച്ചിരിക്കുന്നു. 17 വർഷങ്ങൾക്ക് ശേഷം അവർ കിരീടം ചൂടിയിരിക്കുന്നു. അവർ ചാമ്പ്യൻസ് ലീഗിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊരു ഭയങ്കര അടിപൊളി ഒരു സംഭവമായിരുന്നു. അതേപോലെ തന്നെ 54 വർഷങ്ങൾക്ക് ശേഷം ന്യൂ കാസിൽ യുണൈറ്റഡ്, അതും ലിവർപൂളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ EFL കപ്പ് അടിച്ചിരിക്കുന്നു. അപ്പോൾ ഭയങ്കര എന്ത് അടിപൊളി ഒരു നിമിഷമാണല്ലോ ഇത്. അതേപോലെ തന്നെ ക്രിസ്റ്റൽ പാലസ് അവരുടെ കരിയറിലെ ആദ്യ ട്രോഫി എന്ന് തന്നെ പറയണം. അതും 164 വർഷമാണ് കാത്തിരുന്നത്. അപ്പോ അത്രയും വർഷം കാത്തിരുന്ന അവർ, അതും തോൽപ്പിച്ചിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയെയാണ്. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചുകൊണ്ട് ക്രിസ്റ്റൽ പാലസ് 164 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർ ഒരു ചാമ്പ്യൻഷിപ്പ് ഉയർത്തിയിരിക്കുന്നു, ഒരു കപ്പടിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ബൊളോന FC അവരും ഒരു മേജർ കപ്പടിച്ചിരിക്കുന്നു. അതും AC മിലാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ ഒരു ചാമ്പ്യൻസ് ആയിരിക്കുന്നു. അതും അവരും ഒരു 51 വർഷത്തിന് ശേഷമാണ് അവരൊരു മേജർ ടൂർണമെന്റിൽ ചാമ്പ്യൻസ് ആവുന്നത്. അപ്പം നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഫൈനലുകളിലൊക്കെ തോറ്റിരിക്കുന്നത്, പരാജയപ്പെട്ടിരിക്കുന്നത് വലിയ വലിയ ക്ലബ്ബുകളാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെട്ടിരിക്കുന്നു, ലിവർപൂൾ പരാജയപ്പെട്ടിരിക്കുന്നു, മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെട്ടിരിക്കുന്നു, അതേപോലെ AC മിലാൻ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ എപ്പോഴും ഒരു വലിയ ടീം ഫൈനലിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് എന്തായാലും അവർ ജയിക്കും എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ ഇവിടെ കാറ്റിൽ പറക്കുന്നു. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഹാരി കെയ്ൻ തന്റെ 15 വർഷത്തെ കരിയറിൽ ആദ്യത്തെ കിരീടം ബയണിന്റെ കൂടെ ആദ്യ കിരീടം ആള് ഉയർത്തിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് നിമിഷങ്ങൾ ഈ വർഷം ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് യൂറോപ്പ കോൺഫറൻസ് ലീഗ്, അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ്, ഈ 2 സാധനങ്ങളാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പൊ അതിലും കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിൽ കോൺഫറൻസ് ലീഗിൽ റിയൽ ബെറ്റിസും ചെൽസിയും കൂടിയാണ് ഫൈനൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു പാറ്റേണിൽ തന്നെയാണെങ്കിൽ ഇവിടെ ചെൽസി പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത. കാരണം അടിക്കും എന്ന് ഉറപ്പുള്ള ടീമുകൾ തോൽക്കുകയാണല്ലോ ഈ കഴിഞ്ഞ ഇത്രയും മത്സരങ്ങളിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ചെൽസി തോൽക്കാൻ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത് റിയൽ ബെറ്റിസ് ജയിക്കണം എന്ന് തന്നെയാണ്. കാരണം അവരുടെ ഒരു ട്രോഫി വിന്നിങ് മൊമെന്റ് ആണത്. അത് അവർ ജയിക്കട്ടെ. കാരണം ആന്റണി ആള് ഭയങ്കരമായിട്ട് പോരാടുന്നുണ്ട് റയൽ ബെറ്റിസിന് വേണ്ടിയിട്ട്. ആളുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് എന്താണ് എന്ന് കുറച്ച് കാലങ്ങളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ആളവിടെ പോയി ഒരു കപ്പ് ഉയർത്തിയാൽ അത് ഭയങ്കര വലിയൊരു ഹീറോയിസം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് റിയൽ ബെറ്റിസിന്റെ കൂടെ തന്നെ നിൽക്കുന്നു. റിയൽ ബെറ്റിസ് ജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ UCL ചാമ്പ്യൻസ് ലീഗ് എടുത്തു കഴിഞ്ഞാൽ PSG വേഴ്സസ് ഇന്റർ മിലാൻ. അവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSG വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് ഒരു UCL വേണ്ടിയിട്ട്. അപ്പൊ അവര് UCL കിട്ടാനായി എന്തെല്ലാം അവർ ചെയ്തു. അവര് നെയ്മറെ കൊണ്ടുവന്നു, അത് കഴിഞ്ഞ് അവിടെ മെസ്സിയെ കൊണ്ടുവരുന്നു, അങ്ങനെ വലിയൊരു സൂപ്പർ ടീം ബിൽഡ് ചെയ്യുന്നു. നെയ്മർ വന്നതിന് ശേഷം അവര് ബയണുമായിട്ട് ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പരാജയപ്പെടുന്നു. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ അവർ കടന്നുപോയി. പക്ഷെ ഇപ്പോൾ അവർ അവസാനം വീണ്ടും ഒരു ഫൈനലിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നിലവിലെ പെർഫോമൻസ് വെച്ചിട്ട് PSG തന്നെ ജയിക്കാനാണ് സാധ്യത. അപ്പോൾ PSG അവിടെ ജയിക്കട്ടെ, PSG ജയിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. കാരണം അതും ഇതേപോലെയുള്ള ഒരു വിക്ടറി ആയിരിക്കും. കാരണം UCL ആഗ്രഹിച്ചിരുന്നിട്ട്
ഒരു UCL കിട്ടുന്ന ഒരു ടീമിന് UCL കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് അത് ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ കൂടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അതായത് കോൺഫറൻസ് ലീഗും അതേപോലെ UCL ഫൈനലും വെയിറ്റിംഗ് ആണ്. അതായത് കോൺഫറൻസ് ലീഗ് നടക്കുന്നത് മെയ് 29-ാം തീയതി വെളുപ്പിനെ 12:30 ഇന്ത്യൻ സമയം. അതായത് നമ്മൾ പറയുമ്പോൾ അത് 28-ാം തീയതി രാത്രി 12:30. അതേപോലെ UCL നടക്കുന്നത് ജൂൺ 1-ാം തീയതി രാത്രി വെളുപ്പിനെ 12:30. അതായത് മെയ് 31 രാത്രി 12:30 അതാണ് സമയം. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ കൂടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഒരുപാട് വർഷങ്ങളായി കാത്തിരിക്കുന്നവരൊക്കെ കിരീടം ചൂടട്ടെ, ഇതേപോലെ തന്നെ എല്ലാവരും വിജയിക്കട്ടെ. അപ്പോൾ ഒപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ആസ് എ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ നമ്മൾ അത് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മളുടെ ആ ഒരു ദിവസം എന്നാണ് എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മളും കാത്തിരിക്കുന്നു. ഇതേപോലെ ഒരു ദിവസം ബ്ലാസ്റ്റേഴ്സിനും വരും എന്ന ഉറപ്പിന്മേൽ തന്നെയാണ് നമ്മളിപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെ ആരാധിക്കുന്നത്. അത് മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിനോടുള്ള ആ ഒരു ആരാധന അത് ഏത് രീതിയിലാണ് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടത് എന്ന് നമുക്കറിയില്ല. ആസ് എ ഫുട്ബോൾ ഫാൻ നമുക്കറിയില്ല നമ്മുടെ ഫാനിസം എങ്ങനെയാണെന്ന് ഒരാളിന്റെ മുന്നിൽ കാണിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, കിളികൾ പക്ഷികളാണല്ലോ, ലോഗോയിൽ പക്ഷികളുള്ളവരൊക്കെ കപ്പടിക്കുന്നു എന്നൊരു സംഭവം കേട്ടു. അതുകൊണ്ട് റിയൽ ബെറ്റിസ് ഒരു പരിപാടി ഇറക്കിയിട്ടുണ്ട്, കണ്ടു കാണും എല്ലാവരും. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെ ചെൽസിയെ പരാജയപ്പെടുത്തട്ടെ. ഓക്കെ, താങ്ക് യു.